സോഷ്യൽ മെസ്സേജ് ഈ ആഴ്ചയിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതൊരു അനുഭവ ഗാനമാണ്. അനുഭവത്തിൽ നിന്ന് വേണമല്ല ഗാനങ്ങളൊക്കെ വരുവാൻ. അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതയാത്രയിലുണ്ടായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഗാനം, 2 ഗാനം റെഡിയാക്കിയിട്ടുണ്ട്. അനുഭവ ഗാനമാണ്. അനുഭവം നമ്മളിപ്പോൾ ആത്മീയ യാത്രയിലാണെങ്കിൽ നമ്മൾ ദുഷ്ടമായ പൈശാചിക ശക്തി വന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ തോന്നും, നമ്മളെ ദൈവത്തിലേക്ക് അടുക്കാതെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഏത് ഏരിയയിലായാലും മേഖലയിലായാലും നമ്മൾ എങ്ങനെയും സക്സസ് ആകാൻ നമ്മൾ ടാലൻറ്റഡാണ്, നമ്മൾ സക്സസ് ആണെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ 1000 ആയാലും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. ഈ പിന്തിരിപ്പന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു 2 വർഷം മുമ്പ് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു റെൻറ്റിന് താമസിക്കാറ്. ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങേ അറ്റമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തട്ടുകടയുണ്ട്. അവിടെ ഇങ്ങനെ അറിയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ പൊതുസമ്മേളനങ്ങൾ, റാലി, റാസയും പ്രസംഗം, അങ്ങനെ പല പല പരിപാടികളൊക്കെ. അപ്പോൾ ഇങ്ങനെ മിക്കവാറും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കൂട്ടർ വന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിനടുത്ത് അവിടെ ഇങ്ങനെ പ്രസംഗിക്കുക യേശു എന്നും സ്വർഗം എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ അറ്റൻഷൻ അവിടോട്ട് പോയി. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവർ ഈ വളർന്നു വരുന്ന യുവാക്കളെ അവർ ആത്മീയ രംഗത്തേക്ക് വിടാതെ വഴിതിരിച്ച് വിടുന്ന ഒരു സംഘടനയാണ്. അവരവിടെ പറയുകയാണ്, നിങ്ങൾ മോസ്കിൽ പോകരുത്. അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. മോസ്കിൽ പോകലും മോസ്കിൽ നടക്കുന്ന ഇതാണ്, അമ്പലങ്ങളിൽ പോകരുത്, അവിടെ നടക്കുന്നതാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കുകയും ചെയ്ത് പള്ളിയിലും പോകരുത്. അപ്പോൾ അവരെന്താണ് റീസൺ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ അവർ തന്നെ പിന്നെയും ആ പ്രാസംഗം ഇങ്ങനെ പറയുകയാണ്, യേശുവിനെ അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരെ മാത്രം മതി. വലിയ വലിയ ബംഗ്ലാവിൽ ജീവിക്കുന്നവരെ വേണ്ട, AC കാറിൽ യാത്ര ചെയ്യുന്നവരെ വേണ്ട, AC ഉള്ള വീടുകളിൽ ഇരിക്കുന്നവരുണ്ട, സുഭക്ഷണം കഴിക്കുന്നവരെ വേണ്ട, സുഖലോലുപതയിൽ ഇരിക്കുന്നവരെ ആരും യേശുവിന് വേണ്ട. അപ്പോൾ യേശുവിന് വേണ്ടത് അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരെ മാത്രമാണ് യേശുവിന് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങോട്ട് തിരിയരുത് എന്നും പറയും ഒരു പിന്തിരിപ്പന്മാരെ ഒരു സംഘടന. അത് ഏത് സംഘടനയെന്ന് എനിക്ക് മനസ്സിലാകും, അത്രയൊക്കെ കേൾക്കാൻ പറ്റില്ല. ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇവർ അത് മനസ്സിലാക്കുന്നില്ല. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അപ്പം നമ്മൾ ഏത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും നമുക്കവിടെ തടസ്സപ്പെടുത്താൻ അനേകർ കാണും. അതൊന്നും ലക്ഷ്യമാണ് നമ്മുടെ പ്രാധാന്യം, മാർഗമല്ല. ലക്ഷ്യത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ, എടുത്ത കാര്യങ്ങൾ ഭംഗിയാക്കുവാൻ, സക്സസ് ആകുവാൻ, 100% സക്സസ് ആകുവാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, കാണാത്ത തീരം തേടിത്തുഴയുന്നു. പലരും വരുമൻ കപ്പലും മുക്കാനില്ല, ഇല്ലാതാടില്ല എൻ്റെ കപ്പലിന് ഛേദം വരികയില്ല. യേശുവല്ലേ അമരത്ത്, ചുക്കാനവൻ കയ്യിലല്ലേ, ഞാൻ ആഗ്രഹിക്കും തുറമുഖം ചെന്നണയും. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, കാണാത്ത തീരം തേടിത്തുഴയുന്നു. പലരും വരുമെൻ കപ്പലും മുക്കാനില്ല, ഇല്ലാതവരില്ല എൻ്റെ കപ്പലിന് ഛേദം വരികയില്ല. യേശുവല്ലേ അമരത്ത്, ചുക്കാനവൻ കയ്യിലല്ലേ, ഞാൻ ആഗ്രഹിക്കും തുറമുഖം ചെന്നണയും. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, യാത്രക്കാരി ഞാൻ. തോണി തുഴഞ്ഞൻ കൈകാലുകൾ കുഴയുന്ന നേരത്ത്, ചെറുതോണിയിലേറിയൻ പ്രിയൻ വരും. അമരത്തണയും തുഴ കയ്യിലെടുക്കും, തിരമാലകളെ തീറി മുറിച്ച് തോണി നീങ്ങിടും, എൻ്റെ തോണി നീങ്ങിടും. തോണി തുഴഞ്ഞ് കൈകാലുകൾ കുഴയുന്ന നേരത്ത്, ചെറുതോണിയിലേറിയൻ പ്രിയൻ വരും. അമരത്തണയും തുഴ കയ്യിലെടുക്കും, തിരമാല
തിരമാലകളെ കീറി മുറിച്ച് തോണി നീങ്ങിയിടും, എൻ്റെ തോണി നീങ്ങിയിടും. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, കാണാത്ത തീരം തേടിത്തുഴയുന്നു. പലരും വരുമൻ കപ്പല് മുക്കാനില്ല, ഇല്ലാതകലില്ല എൻ്റെ കപ്പലിന് ഛേദം വരികയില്ല. യേശുവല്ലേ അമരത്ത്, ചുക്കാനവൻ കയ്യിലല്ലേ, ഞാൻ ആഗ്രഹിക്കും തുറമുഖം ചെന്നണയും. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, യാത്രക്കാരി ഞാൻ. പ്രതികൂല കാറ്റ് വന്നാലും താഴുകില്ല തോണി, കാറ്റിനെ സൃഷ്ടിച്ചവൻ പടകിലില്ലേ. തിരമാലകളേറി വന്നാൽ താഴുകില്ല തോണി, തിരമാലകളെ സൃഷ്ടിച്ചവൻ അമരത്തില്ലേ. പ്രതികൂല കാറ്റ് വന്നാൽ തകരുകില്ല തോണി, കാറ്റിനെ സൃഷ്ടിച്ചവൻ പടകിലില്ലേ. തിരമാലകളേറി വന്നാൽ തകരുകില്ല തോണി, തിരമാലകളെ സൃഷ്ടിച്ചവൻ അമരത്തല്ലേ. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, കാണാത്ത തീരം തേടിത്തുഴയുന്നു. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, കാണാത്ത തീരം തേടിത്തുഴയുന്നു. പലരും വരുമൻ കപ്പല് മുക്കാനില്ല, ഇല്ലാതാളില്ല എൻ്റെ കപ്പലിന് ഛേദം വരികയില്ല. യേശുവല്ലേ അമരത്ത്, ചുക്കാനവൻ കയ്യിലല്ലേ, ഞാൻ ആഗ്രഹിക്കും തുറമുഖം ചെന്നണയും. ജീവിതമാമി തോണിയിലെ യാത്രക്കാരി ഞാൻ, യാത്രക്കാരി ഞാൻ.